ബീറ്റുമായിട്ട് ഇനി വേദിയിലേക്ക് എത്തുകയാണ് ടീം കോമഡി മേക്കേഴ്സ്. ചേട്ടാ ഇനി വേണോ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ? ഈ പാതിരാത്രിക്കാ എന്റെ പെണ്ണെ ഇങ്ങോട്ട് താമസം മാറിയതുള്ളൂ. പുതിയ വീട്ടിലേക്ക് രാവിലെ തുടങ്ങിയ ഷിഫ്റ്റിംഗാ. എനിക്ക് പറ്റില്ല, കിടന്നുറങ്ങണ്ടേ സമയത്തൊന്നുമില്ല. ചേട്ടനറിയാലോ, തറവാട്ടിൽ വെച്ച് ചേട്ടനെ ഒന്ന് സംസാരിക്കാനോ ഒന്ന് കാണാനോ ഒന്നും പറ്റിയിരുന്നില്ല. നിങ്ങളുടെ പണ്ടാറ് തള്ള കാരണം കൊണ്ട്. എന്റെ തള്ളക്ക് പറയല്ലേ? ഓ എന്റെ അമ്മായിമ്മ ആ നരകത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് സമാധാനായി. ഇനി വേണം സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ. ഏത് സുഖവും സന്തോഷം പറയടി, സത്യം. ഏത് സുഖവും സന്തോഷം പറ. അയ്യടാ, സുഖവും സന്തോഷല്ല, സുഖവും സന്തോഷായിട്ട് സമാധാനത്തോടെ കൂടി ജീവിക്കണമെന്ന്. നിങ്ങൾ ആരും മനുഷ്യ പോലീസിലെടുത്തേ ഇങ്ങനൊരു പൊട്ടൻ. പൊട്ടനോ? എടി ഒരു സ്ഥലം എസ് ഐ നീ പൊട്ടാന്ന് വിളിച്ചാണ്ടല്ലോ. അയ്യടാ, സ്ഥലം എസ് ഐ അങ്ങ് സ്റ്റേഷനില്. ഇവിടെ ആര് എസ് ഐ? ഇവിടെ നീയല്ലേ എസ് ഐ? ഞാൻ വെറുതെ തോക്കുമായിട്ട് വെളിയിൽ നിൽക്കുന്ന വെറും പറവുകാരൻ. എടി പിന്നെ നമ്മൾ ഇങ്ങോട്ട് വീട് താമസം മാറിയതിന്റെ ഒരു ഐശ്വര്യമാണെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ എന്നെ DGP സാർ വിളിച്ചിട്ട് പറയുക ഒരു പ്രമോഷൻ ഉണ്ടാവുമെന്ന്. നീ നോക്കിയിരുന്നോളാൻ. എന്താണോ നിന്റെ ഭാഗ്യമാണോ ഇനി വീടിന്റെ ഭാഗ്യമാണോ എന്ന് അറിയത്തില്ല. ദൈവമേ, എല്ലാം ഒന്ന് ശരിയാ മാത്രം മതിയായിരുന്നു. എല്ലാം ഈ വീടിന്റെ ഭാഗ്യമായിട്ടാ. പിന്നെ പറഞ്ഞു ഇന്ന് സമയം ഒരുപാടായി, കിടക്കണ്ടേ? പിന്നെ ബാ. ആരാണ് ഈ രാത്രിയില് ഉറങ്ങാനും സമ്മതിക്കില്ല. നമസ്കാരം. ഞാൻ വരാൻ അല്പം വൈകി പോയി. സാരമില്ല, വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ. ഇവിടെ വാതിൽ തുറക്കുമ്പോ ഓടിക്കറി വരാൻ താരല്ലേ? എലിയാണോ? ഏലിയാസ്. ഐ ആം ഏലിയാസ്. ആരാ? ഞാൻ പ്രസിഡന്റ്. പഞ്ചായത്തിന്റെയോ? പഞ്ചായത്തിന്റെ അല്ല, TKRA പ്രസിഡന്റാ. പുതിയ പാർട്ടി വല്ലോ ആണോ? ഇവിടെ തത്തമ്മയുടെ ആളാണ്. വെറുതെ അല്ല ഒരു വശപ്പച്ചക്ക്. പോ. ഇവിടെ തത്തമ്മ കുഞ്ഞ് റെസിഡൻസ് അസോസിയേഷൻ TKRA അതിന്റെ പ്രസിഡന്റാ. ആണോ? ആ റെസിഡൻസിൽ പെട്ടതാണല്ലോ ഈ വീട്. ഓ അതെ. അപ്പൊ പുതിയ താമസക്കാർ വരുമ്പോ സ്വാഭാവികമായിട്ട് ഒന്ന് പരിചയപ്പെടണമല്ലോ. അതിനു വേണ്ടി വന്നതാ. എന്താ എന്ത്? അല്ല വിളിച്ചു വരാൻ? അയ്യോ വിളിച്ചതല്ലോ. പിന്നെ സോറി, അത് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടക്ക് അറിയാതെ ഫിസിൽ വരുന്ന ഒരു അസുഖമുണ്ട് എനിക്ക്. ആണോ? ഒരു ചെറിയൊരു അസുഖമുണ്ട്. അതെന്താ അങ്ങനെ ഒരു അസുഖം? അത് പണ്ട് ഞാനേ ഈ ഫുട്ബോളിന് റെഫറി ആയിട്ട് പോകുമായിരുന്നു. അപ്പൊ ഫിസിൽ വായി വെച്ചോണ്ട് ഔട്ട് എന്ന് പറഞ്ഞതാ ഇന്നായി പോയി. ഔട്ട് എന്ന് പറഞ്ഞാ പിന്നെ അങ്ങനെ ഇന്നാവുന്നേ? അതെനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാൻ ഔട്ട് എന്ന് പറഞ്ഞപ്പോ ഫിസിൽ ഇന്നായി പോയെന്ന്. അത് തന്നെയല്ലേ? അതിങ്ങനെ ഡോക്ടർമാരെ കണ്ടെന്ന് എടുത്തു കളയാൻ പാടില്ലായിരുന്നോ? ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു അത് എടുത്തു കഴിഞ്ഞാൽ തട്ടിപ്പോകുമെന്ന് പറഞ്ഞു. ഇതിലും ഭേദം എടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. നമുക്ക് നമ്മുടെ ജീവനാണല്ലോ വലുത്. ഫിസിൽ 1 രൂപ എടുത്താൽ കിട്ടും, ജീവൻ കിട്ടൂലല്ലോ. അതുകൊണ്ട് സംസാരിക്കുന്നതിനിടക്ക് വരും. മൈൻഡ് ചെയ്യണ്ട. ശരിയെന്നാ പോവല്ലേ? നമ്മൾ വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇപ്പൊ അതിനകത്ത് ഓടിങ്ങനെ വന്നത്. പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ? എന്നാ വിശേഷങ്ങൾ? എന്റെ വൈഫ് രാവിലെ ഇവിടെ വന്നിരുന്നു. ഇല്ല, വന്നില്ല. അവളാണല്ലോ എന്നോട് പറഞ്ഞ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓടി വന്ന അതിനല്ലേ. ഇല്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു ചുമന്ന് തൊടുത്ത് വെളുത്ത് ഒരു മുടിയൊക്കെ ഇങ്ങനെ ബോബ് ചെയ്ത് ഈ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട്. അല്ല, അതാ എന്റെ വൈഫ് എന്ന് പറഞ്ഞത്. ഇത് എടി, ഇത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാ. പുള്ളിക്കാരൻ ഇവിടെ ഇല്ലായിരുന്നു. ഒന്ന് പരിചയപ്പെടാൻ. എനിക്ക് ചെറിയൊരു അസുഖമുള്ള, നീ ഒന്ന് മൈൻഡ് ചെയ്യണ്ട. ഓ, ഇത് ചെറുതൊന്നും അല്ലല്ലോ. നീ ഒരു കാര്യം ചെയ്ത് നീ പൊക്കോ. പെട്ടെന്ന് വന്നേക്ക്. നീ ഇപ്പൊ ഒന്ന് ഒഴിവാക്കട്ടെ, പൊക്കോ. പിന്നെ വൈഫാളെങ്ങനെ? എന്ത് ഇത് അസുഖം വന്നാ? ജോലി വല്ലതും ഉണ്ടോ? ജോലിയില്ല, പുള്ളിക്കാരി ഹൗസ് വൈഫാ. ഹൗസ് വൈഫാണല്ലേ? പിന്നെ എന്നെ അളിയ ഇങ്ങനെ വന്ന അളിയ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? അളിയനെ ആള് ഒന്ന് സിമ്പിളാണ്ടോ? എവിടെ വീട്? എവിടെയാ വീട്? ഇവിടെ എറണാകുളത്തൊക്കെ തന്നെയാ. ഇവിടെ തന്നെയാണ്. തറവാട് ഇവിടെ തന്നെ. തറവാട് ഇവിടെ തന്നെ. എന്റെ വീട് അങ്ങ് തുറവൂരാ. തറവാട് അവിടെയാ. തുറവൂര് ചേർത്തല തുറവൂര്. ഞങ്ങൾ വലിയ പേര് കേട്ട തറവാട്ടുകാരാട്ടോ. ആണോ? കേട്ടാണ് തറവാട്? കേട്ടോ മാളാട്ട് തറവാട്? ഇല്ല, കേട്ടിട്ടില്ല. എന്നാ വാ പറഞ്ഞുതരാം. കേട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതായത് തറവാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പേര് കേട്ട തറവാടാ. ഞങ്ങളുടെ അപ്പൻ എന്ന് പറഞ്ഞാൽ പുലിയ. പിന്നെ സത്യം, പുലിക്കൊക്കെ മനുഷ്യപ്പിള്ളേരുണ്ടോ? എനിക്കറിയാൻ പാടില്ല. അതല്ല, അപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണെന്ന്. ഭയങ്കര കർക്കശക്കാരനാ. അപ്പൻ രാവിലെ ഇങ്ങനെ വന്നിട്ട്
ധാന്നങ്ങ് വിളിച്ച അപ്പം മുള്ളിപ്പോ. ആ ഞങ്ങളുടെ അപ്പം ചുമച്ചാ മുള്ളുവായിരുന്നു, പിന്നെ ഞങ്ങൾ ആശുപത്രി കൊണ്ട് റെഡിയാക്കി. അത് കുഴപ്പമില്ല, മാറാവുന്ന വെച്ചുള്ളൂ. അപ്പം മുള്ളുവെന്നല്ല, ആ നമ്മള് മുള്ളിപ്പോന്ന് പേടിയാന്നേ. ആണോ? ഭയങ്കര പേടിയാ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കാല് നീട്ടൊരു ഒറ്റ ഇരുപ്പാ. കുഴിയിലോട്ടാ? കുഴിയിലോട്ടല്ല, കുഴമ്പിട്ട് കൊടുക്കാം. ആ. കുഴമ്പിട്ട് കർക്കശക്കാരൻ. കർക്കശക്കാരനാ. കുഴമ്പിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളെ മുടിക്ക് പിടിച്ച് ഇങ്ങനെ ഇട്ട് കറക്കും. മുട്ടി കുനിച്ചു ചേർത്ത് മുട്ടയിലേക്ക് ഇടിക്കും. പിന്നെ ഈ മോഹം പിടിച്ചിട്ടേ തേക്കാത്ത മതിലിട്ട് ഇങ്ങനെ ഒരക്കും തേക്കും. അങ്ങനത്തെ ഭയങ്കര ദേഷ്യക്കാരൻ, ഭയങ്കര കർക്കശക്കാരനാ അല്ലേ? ഓ, മക്കൾക്ക് ഈ ഇത്രയും ദേഷ്യമൊക്കെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഭാഗ്യം മക്കൾക്ക് കിട്ടിയില്ലട്ടോ, എന്റെ ഭാര്യക്ക് കിട്ടിയിട്ടുണ്ട്. എന്നൊക്കെ ഉണ്ട് വിശേഷം? എന്നാ വിശേഷം? അടിക്കും അടിക്കൂ? ഇല്ലില്ല, മോൻ കണ്ടറിയാലോ. അടിയില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ഏരിയാസേട്ടനോട് പറഞ്ഞാൽ കേട്ടോ. ഇല്ല, എല്ലാ സാധനവും അപ്പൊ ഉപ്പ സാധനമൊന്നുമല്ല, കംപ്ലീറ്റ് കശുമാങ്ങയുടെ വാറ്റ്, നെല്ലിക്ക വാറ്റ്, ഫ്രൂട്ട്സ് വാറ്റ് എല്ലാം ഞാൻ സ്വന്തമായിട്ട് വാറ്റുന്നതാ. ആ വീടിന്റെ പുറകിൽ തന്നെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും അലുക്കുത്തായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഏലിയാസാറിനെ വിളിച്ചാൽ മതി. കൈവെട്ട്, കാൽവെട്ട്, തലവെട്ട്, അങ്ങനെ മുഴുവൻ ഗുണ്ടായിസവും ഏലിയാസാറിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ബോറടിക്കുമ്പോ പോഞ്ചാൻ കഞ്ചാവാ വല്ല പോലീസുകാരും കേട്ട് കഴിഞ്ഞാൽ എന്നെ പിടിച്ചോണ്ട് പോകും. കഞ്ചാവോ? അതും രഹസ്യമായിട്ടുണ്ട്. ശരി. പിന്നെ അസുഖമല്ല, ഒറിജിനൽ. അതുകൊണ്ട് തൽപര കക്ഷിയാണെന്ന് എനിക്ക് കാണുമ്പോ തന്നെ അറിയാം. അല്ലേ പിന്നെ എന്താ ജോലി? ബിസിനസ്സാ? ബിസിനസ് അല്ല, ചെറിയ ഒരു ജോലി, സർക്കാർ ജോലി ഉണ്ട്. വല്ല ഡ്രൈവറോ പാറാവുകാരനോ വല്ലതും ആയിരിക്കും. അല്ല, പിന്നെ പോലീസിലാ. പോലീസിലെ ഡ്രൈവറല്ലേ? ഡ്രൈവറല്ല, SI ആ. ഡ്യൂട്ടിക്ക് പോയല്ലേ? ആര്? അളിയനോ? ഇല്ല, പോയില്ല. പോണം. സമയം വേണേ പോ. അല്ല, പോകാനേ. അല്ലല്ലേ? ഒരു കാര്യം ചെയ്യും, ഞാനേ ഇപ്പഴാ ഒരു കാര്യം ഓർത്തെ. അല്ല, അത്യാവശ്യമായിട്ട് എനിക്ക് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചൊരു കാര്യം പറയാം. എടി, ആ ഫോണിങ് എടുത്തടി, ഞാൻ ആ സ്റ്റേഷനിലേക്ക്. ഒരു മനുഷ്യനാ ഫോണ്. എന്ത്? ഫോണോ? ഞാൻ ആ പുള്ളിനെ ഒന്ന് ഒഴിവാക്കാൻ പറഞ്ഞു. ഇതുപോലൊരു വിടുവായ്ത്തരം പറഞ്ഞൊരു മനുഷ്യൻ കഥയൊന്നും ഇല്ലെന്നേ. ഒരു കടി അടിച്ചിട്ട് പോയത്. പട്ടിയുടെ ജന്മമാണ്. വാ കിടക്കാം. ആരാണോ? ആരാ? ലെറ്ററും കൊണ്ട് വന്നാ? പോസ്റ്റ്മാനാ? പോസ്റ്റ്മാൻ അല്ല, പിന്നെ ഞാൻ കട്ടപ്പനന്ന് വരുവാ. DGP രാമേന്ദ്രൻ സാർ തന്ന ലെറ്ററാ. രാമേന്ദ്രൻ സാർ? എന്താ പേര്? എന്റെ പേര് ഉത്തമൻ. ഉത്തമൻ ഫ്രം കട്ടപ്പന. വാ ഇരിക്കേ, ഇവിടെ സംസാരിക്കാതെ വാ. ഇരിക്കാം. രാമേന്ദ്രൻ സാറുമായിട്ട് എങ്ങനെയാ? രാമേന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ 14-ാമത്തെ വയസ്സ് തൊട്ട് പുള്ളിയുടെ റബ്ബർ തൊട്ട് എനിക്ക് പണിയായി. അപ്പൊ ഞാൻ ഇന്ന് എറണാകുളത്ത് എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണം ആശുപത്രിയിൽ നിന്ന് കൂട്ടുകാരനെ കണ്ടിങ്ങൾ വന്നപ്പോഴത്തേന് വണ്ടി വിട്ടുപോയി. ഇനി വെളുപ്പിന് 5 മണിക്കേ വണ്ടിയുള്ളൂ. നമ്മുടെ വട്ടപ്പാറ രാധാകൃഷ്ണൻ ഓടിക്കുന്ന വണ്ടി. അപ്പം നിങ്ങൾക്ക് ഇരിക്കുവോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, എല്ലാ സൗകര്യം ചെയ്തു തരുമെന്ന് പറഞ്ഞ് സാറ് തന്നു വിട്ട ലെറ്ററാ. കാരണം കുഴപ്പമൊന്നുമില്ലോ? ഇല്ലില്ല, രാമേന്ദ്രൻ സാറ് എൻ്റെ ഒരു ഗുരുനാഥനും എൻ്റെ സീനിയർ ഓഫീസറാണല്ലോ. സാറ് പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതാണേ. അപ്പം കുഴപ്പമില്ല. ഇല്ലില്ല. രാവിലെ എത്ര മണിക്കാ? 5 മണിക്കാണോ? രാവിലെ 5 മണിക്ക് എനിക്ക് വണ്ടി വരും. ശരി. എന്താ ഇവിടെ എറണാകുളത്ത് എന്തായിരുന്നു? എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. അതെ അല്ലേ? ആ പുള്ളിയെ കാണാൻ വേണ്ടി വന്നാ. അതെ അല്ലേ? ശരി. അപ്പൊ പിന്നെ ഇവിടേക്ക് ഇരിക്കുന്നതിന് കുഴപ്പമില്ല. കുഴപ്പമില്ല. ആയിക്കോട്ടെ. ആരായിട്ടത്? പെണ്ണുമ്പിളയാണോ? അതെ. ആയിക്കോട്ടെ, ഒരു മിനിറ്റ്. ഇനി എന്റെ DGP സാറില്ലേ, രാമേന്ദ്രൻ സാറ്, സാറിന്റെ നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ഒരാളാ. വീട് ലോണാണോ? ലോണാ. അപ്പൊ സാറിന്റെ അവിടെ സാറിന്റെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരാളാ. അപ്പൊ ഈ പുള്ളിക്ക് പുതിയതാണോ? പുതിയ വീടാന്നേ. പുതിയ വീടാ. ഒരു മിനിറ്റ്, എന്താ വരുന്നത്?
ഈ സാറിന് വീട്ടിൽ പണി ഈ പുള്ളി എന്തൊരു ആവശ്യത്തിനായിട്ട് എറണാകുളത്ത് വന്നത് തൽക്കാലം ഇവിടെ കേട്ടത് ഈ രാമേന്ദ്ര സാർ പറഞ്ഞ എനിക്ക് എന്താ കേൾക്കാൻ ഇവിടെ പുള്ളോടാ സംസാരിക്കുന്നത്? ഇങ്ങ് വാ. വരുവോ അവിടെ ഇരുന്ന് സംസാരിക്കാതെ. നീ ഒരു കാര്യം ചെയ്യും ഒരു ചായ എടുക്ക് നീ ഒന്നും കാണിക്കില്ല മുഖത്ത് അങ്ങനെ ഒന്നും കാണിക്കില്ല ഇപ്പൊ ഒരു ചായ എടുത്തുണ്ട് ഇങ്ങ് വന്നേ സാറേ. എന്താ പറഞ്ഞു ആ ഫോൺ ഉണ്ടോ സാറിന്റെ? ആ ഫോണുണ്ട് ഞാൻ പെണ്ണുമ്പിള്ള എവിടെ നോക്കിയിരിക്കുവാണേ. ആഹാ. ഞാനിവിടെ സാറിന്റെ വീട്ടിൽ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ മിസ് കോൾ കൊടുത്താൽ അവൾ വിളിച്ചോളൂ. അതെ ശരി വിളിച്ചു പറയാം എറണാകുളത്ത് ആദ്യമായിട്ടാണോ എറണാകുളത്ത് ആദ്യമായിട്ടല്ല, ഇതൂടെ കൂടി ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് വരുന്നത്. ആണോ അതുകൊണ്ട് ഈ നമ്പറിൽ ഒറ്റ മിസ് കോൾ കൊടുത്താൽ ഒറ്റ മിസ് കോൾ കൊടുത്താൽ ആ ബെല്ലുണ്ട് അവൾ വിളിച്ചോളൂ. എന്തായാലും കിടക്കാൻ വീടാകട്ടോ സാറേ, ആടി അതെ ഞങ്ങള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഒരു ഏരിയയും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ ഇത് പൊളിക്കാൻ കുറച്ച് പാടുപെടും കേട്ടോ. പൊളിക്കേണ്ട കാര്യം ഇല്ലല്ലോ അല്ല ലോണാന്നല്ലേ അല്ലേ പറഞ്ഞേ? അതെ അതെ ആ തന്നെ പൊളിച്ചോളൂ. വിളിച്ചില്ല, വിളിച്ചില്ല ഒറ്റ മിസ് കോളോടെ കൊടുത്തേ. ആ ബെല്ലുണ്ട് എന്നാ കട്ട് ചെയ്യണ്ട, ഒരു കാര്യം ചെയ്യാം. അവളെ ചിലപ്പോൾ ബാലൻസ് കാണത്തില്ല, ഉറങ്ങി കാണും. ഹലോ, ആ ഞാനിങ്ങ് വന്നേ. ഇവിടെ കിടിലം വീടാ കേട്ടോ. ആ പുള്ളിക്കാരനോ? എടി നമ്മുടെ റബ്ബറും ഷീറ്റും മോട്ടിച്ചോണ്ട് ഓടിയപ്പോൾ നാട്ടുകാർ കൂടിയിട്ട് പിടിച്ച ഒരു പുള്ളി ഇല്ലയോ, ഒരു മെനകെട്ട പുള്ളി. ആ പുള്ളിയുടെ കറക്റ്റ് ഷേപ്പാ. പെണ്ണുമ്പിള്ളയോ? പെണ്ണുമ്പിള്ള നമ്മുടെ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മെനകെട്ട പെണ്ണുമ്പിള്ള ഇല്ലായിരുന്നോ റെയ്ഡിന് പിടിച്ചേ? ആ പുള്ളിക്കാരത്തിലെ കറക്റ്റ് ഷേപ്പാ. ആ സ്വഭാവം അങ്ങനാണെന്ന് എനിക്കറിയത്തില്ല. ചക്കയല്ല തുന്നിച്ച് നോക്കാൻ. സാറേ എന്തോ സാറേ ഇങ്ങനെ ഞാനേ രാത്രിയിട്ട് ഒരു ഗുളിക കഴിക്കുന്ന അവളെ അടുത്തോണ്ട് തന്നോണ്ടിരുന്നത്. അപ്പൊ അത് എങ്ങനെയാ കഴിക്കുന്നതെന്നൊന്ന് പറഞ്ഞ് എടുത്തു തരണം. ഒന്ന് സാറും ചോദിച്ചാലേ. ഹലോ ആ ശരി അതാണ് പേര് ആ ചെറിയ ഗുളികല്ലേ? ആ ചെറിയ അതെ അതെ കൊടുത്തോളാം ശരി ശരി കൊടുക്കാവേ. ആ പിന്നെ അങ്ങനെ പോകുന്നുണ്ട് സുഖമായിട്ട് വരുന്നു. കാരണം ആ പെണ്ണുമ്പിള്ള ചായ കൊണ്ട് വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. അറേ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? ഒരു കുഴപ്പമില്ല. കൊടുക്ക എന്നാ കാട്ടുപോത്ത് നോക്കുന്നുണ്ട്. ഇല്ല മധുരം വിട്ടായിരുന്നു ചായക്കല്ലയോ? ഷുഗറിന്റെ കംപ്ലൈന്റ് വല്ലതും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, വെറുതെ വെച്ചെന്നേ ഉള്ളൂ. അതുണ്ടൊക്കെ എന്നാ പിന്നെ കിടക്കണമെങ്കിൽ റൂം ഉണ്ടാകത്ത് അവളെ കിടക്കാൻ പറ്റത്തില്ല. എന്താ 5 മണിക്ക് വണ്ടിയാണ്, കിടന്നുറങ്ങിപ്പോ. കട്ടപ്പാറ രാധാകൃഷ്ണൻ ഓടിക്കുന്ന വണ്ടി കഴിഞ്ഞാൽ പിന്നെ 8 മണിക്ക് കട്ടപ്പന ചെല്ലണ്ടതാ. അതെ വേറെ കാര്യമുണ്ടേ, ഞങ്ങൾ ഇന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് പുതിയതായിട്ട് താമസം മാറിയതേ ഉള്ളൂ. അതിന്റെ ഒരു ഷിഫ്റ്റിംഗ് രാവിലെ ഇതിന്റെ എല്ലാം ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. ഞങ്ങൾ ഇച്ചിരി ടയേർഡാണ്. അപ്പൊ സാറ് കിടക്കാൻ പോവാ? ഞങ്ങൾക്കൊന്ന് കിടക്കണം. തീറ്റയും കൂടി ഒന്നും ഇല്ലയോ? ഞങ്ങൾ കഴിച്ചായിരുന്നു. നിങ്ങൾ കഴിച്ചിട്ട് കയറി കിടന്നാൽ മതി. ഒരു അന്യ മനുഷ്യൻ ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഒരു എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ. എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളുടെ ചോറും വേണ്ട, ആഹാരം വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഒരു മനുഷ്യൻ വരുമ്പോൾ ഒരു മാന്യത. ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങള് ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല, ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഞാനും വൈഫ് മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കരുത്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ പറഞ്ഞത്. എനിക്ക് നിങ്ങളുടെ ആഹാരം വേണ്ട, പക്ഷെങ്കിൽ ആരെങ്കിലും ഒരാൾ കയറി വന്നാൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. അതുകൊണ്ട് പെങ്ങളെ ഓയ് അടുക്കള എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് നോക്കി. ഇച്ചിരി ചോറ് ഇരിക്കണല്ലോ ഏട്ടാ. ഒരു കാര്യം ചെയ്ത് വെള്ളം ഒഴിച്ചു എടുത്തോണ്ട് പോകാം. നാളത്തേക്ക് വളിച്ചു പോകുന്നത് ഞാൻ കഴിച്ചോളാം. അല്ല എനിക്ക് വേണ്ടിട്ടല്ല. നമ്മളിപ്പോ അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരാളിങ്ങനെ പെട്ടെന്ന് കയറി വരുമെന്ന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളത് കൊടുക്ക. ഈ പുള്ളിക്കാരത്തിന്റെ മോന്ത എന്നെ ഇങ്ങനെ കൂർപ്പിച്ചിരിക്കുന്നത്. കറികളൊന്നുമില്ല. എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഇച്ചിരി മീൻ വറുത്തോ ചിക്കനോ ഇറച്ചിയോ അങ്ങനെയൊക്കെ വല്ല മതി. കറി ഈ രാമേന്ദ്ര സാറിന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും കൂടെ തന്നെയാണോ? അതെയോ സാറിന്റെ മാളുടെ കേട്ടില്ലേടി ഞാൻ ചോദിച്ചേ? രാമേന്ദ്ര സാറുവേ പാർട്ടി പണിയായി കാണിക്കുന്നത്. ഒരു മനുഷ്യന് ആഹാരം കഴിക്കാൻ തന്നാണോ? എനിക്കിത് കഴിക്കാൻ തന്നാണോ? കഴിച്ചോണ്ടിരിക്കുമ്പോൾ കുണുകുണുകുണാന്ന് വർത്താനം പറഞ്ഞാൽ ഞാൻ എങ്ങനെ കഴിക്കുന്നത്? എങ്ങനെയാ ഇത് കഴിക്കുന്നത്? കഴിച്ചോ കഴിക്കാനും മാത്രം തന്നതിൻ്റെ കൂട്ടാ. നീ കഴിക്കണ്ട. ഏ വെള്ളം എടുത്തോണ്ട് പോകാം പെണ്ണുമ്പിള്ള ഇങ്ങോട്ടെ. അപ്പുറത്ത് വാഷ് ബേസിന് വേണേ പോയി കൈ കഴിക്കാം. 4, 3, 7 വറ്റം തന്നിട്ട് ഞാൻ വാഷ് ബേസിന് അന്വേഷിച്ച് അങ്ങോട്ട് പോകണം. ഞാൻ ഇവിടെ കഴിക്കണം. കാണിക്കുന്നത് കമത്തി കളയല്ലേ, സൂക്ഷിച്ചു കൊണ്ടുപോകണം. കമന്നു പോലെ വെള്ളം ഉണ്ട് കളയ. എന്നാ വൃത്തികെട്ട ഫാമിലിയായി, എന്നാ പണിയായി, എന്നാ സാധനങ്ങളായി ഇവര്. കഷ്ടം തന്നെ കേട്ടോ, കഷ്ടം തന്നെ. കൊണ്ടുവച്ചേ അപ്പഴേ സമയം ഒരുപാടായി. ഞാൻ പറഞ്ഞല്ലോ ഷിഫ്റ്റിങ് കാര്യങ്ങളും നാളെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ കിടക്കുന്നില്ല 5 മണിക്ക് വണ്ടിയുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ അങ്ങ് കിടന്നോട്ടെ. എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ സാറേ. എന്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞായിരുന്നോ? ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല. നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് ഗുളിക തരണമെന്ന് പറഞ്ഞായിരുന്നു. സോറി ഗുളിക തരുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക എടുത്തോ. ഗുളിക എടുത്ത് എനിക്ക് രാത്രി ഇത് കഴിച്ചില്ലെങ്കിൽ അസുഖം കൂടും. അതാണ് എന്റെ പൊന്നു തമ്പുരാനെ, ഇത്രയും ഗുളിക ഡോക്ടർ പറഞ്ഞിട്ട് കഴിക്കുന്നതാണോ? ഇത് 2 ഡോക്ടർ പറഞ്ഞ, ബാക്കിയല്ല ഞാൻ TV പരസ്യം കണ്ടു മേടിച്ച.
ഇന്നത്തെ ഒരു കൊച്ചു ഗുളിയുണ്ട്, കൊച്ചു ഗുളിയ. കൊച്ചു ഗുളിക. വട്ടത്തിലുള്ള ഒരു കൊച്ചു ഗുളിയുണ്ട്. അത് ഇതിനകത്തുനിന്ന് ഞാൻ ഏതാ കൊച്ചു ഗുളിയാന്നും പറഞ്ഞ് തപ്പി എടുക്കുന്നത്? ചെറിയ ഗുളിയുണ്ട് വട്ടത്തിലുള്ള, അത് മുറിച്ച് പകുതി തരണം. ഇതന്നെ വല്ല വിഷമാണോ? ഒരു ചെറിയ ഗുളിയ. ആ കിട്ടി കിട്ടി. അത് പകുതി മുറിച്ച് തരണം, പകുതി മുറിച്ചാ. പച്ചപ്പണിയാ കാണിക്കുന്നത്. നിങ്ങൾ അണ്ണാക്കി വെച്ചിട്ടാണോ എനിക്ക് ഗുളിക തരുന്നത്? നിങ്ങൾ അങ്ങനെ എന്തോ പണിയാ കാണിക്കുന്നത്? എനിക്ക് കഴിക്കേണ്ട സാധനമാണോ അത്? നിങ്ങൾ വായി വെച്ചിട്ടാണോ എനിക്ക് തരുന്നത്? അതല്ലെന്ന്, ഇത് ഈ ചെറുതായിട്ടിരിക്കുന്നോണ്ടേ തന്നെ വട്ടത്തിലിരിക്കുന്നുണ്ട്, ഒടിയുന്നില്ല. അതാ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഈ ഗുളികയുടെ കവറിൽ കിടക്കുന്ന നമ്പറിൽ അങ്ങോട്ട് വിളിച്ചാലോ? എന്നാ നാളെ തൊട്ട് നീളത്തിലാക്കി തരാൻ പറയാം. ഗുളിക ഒന്നാമത് കുഞ്ഞു ഗുളിക കണ്ട കയ്യിൽ നിന്ന് ചാടിപ്പോയാലും അറിയത്തില്ല. ഇനിയിപ്പം വെള്ളം എടുത്തോണ്ട് വരണമെന്ന് പറയണമായിരിക്കും. ഓരോ വീട്ടിലൊക്കെ പെമ്പിള്ളാർ പെരുമാറുന്ന കണ്ടേ എന്നാ സൂപ്പർ പെമ്പിള്ളാരെന്നറിയോ? ഇതിനൊക്കെ പേത എന്റെ രമണിയ. അവള് തങ്കമാണ്, തങ്കം, അറിയാവോ? ഞാനാണ്ട് പറഞ്ഞിട്ടാണല്ലോ ഈ പെണ്ണുമ്പിള്ളയുടെ മോന്ത. എന്നാ സാറേ ഇതിൻ്റെ കൂടെ എങ്ങനെ കൊടുക്കും സാറേ? അപ്പൊ ശരി, ഞാൻ പറഞ്ഞ പോലെ എന്നാ ഇരുന്നോ, ഞാനെന്നാ കിടന്നോട്ടെ. സാറേ ഒരു കുഴപ്പമില്ല കേട്ടോ. ശരി ശരി, ആയിക്കോട്ടെ. ഓക്കെ. ശരി, ഗുഡ് നൈറ്റ്. അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലോ? ഇല്ലില്ല, കുഴപ്പമില്ല. രാമചന്ദ്രൻ സാറിന് ഞാൻ പറഞ്ഞേക്കാം. ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്ക് വണ്ടി മുമ്പ് എടോ, തന്റെ വൈഫാന്ന് തോന്നുന്നു, വിളിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാ പറ. ഹലോ, കുരിശാലോ എന്നാണ് രാത്രി? വൃത്തികെട്ടവൻ എന്നെ മെനക്കെട്ട വൃത്തിവൻ എന്നെ നാട്ടിൽ ആണം കടത്തി അടങ്ങത്തുള്ളോ? ഇളയിറക്കം കടന്നു കൊള്ളിയെന്ന്. പോട്ട് കാര്യമില്ല. മൂത്ത ഇറക്കാൻ എന്തി അതാ കേൾക്കണമെന്നോ? അത് അവന്മാരുടെ കുഴപ്പമല്ല. ഞാൻ പണ്ട് തൊട്ടേ ഇമാർ കിടക്കുമ്പോഴേ ഞാൻ കഥ പറഞ്ഞു കൊടുത്താലേ ഇമാർ ഉറങ്ങത്തുള്ളൂ. എടോ, സമയം ഒരുപാട്. കുഞ്ഞു കഥ പറഞ്ഞിട്ട് ഞങ്ങൾ നിർത്തിയേക്കാം. സമയം അല്ലേ? എടീ, നമ്മളെ ആമയും മുയലും തമ്മിൽ ഓടിയ ഒരു മത്സരത്തിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പുതിയ കഥയാണ്. അപ്പോൾ ആമയും മുയലും തമ്മിൽ ഇങ്ങനെ മത്സരിച്ച് അങ്ങോട്ട് ഓടുക. അപ്പോൾ ആമ പെതുക്കെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ മുയൽ സ്പീഡിൽ ഓടിയിട്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നിട്ട് ആ മരത്തിന്റെ ഓട്ടി കിടന്ന് അങ്ങ് ഉറങ്ങി. മുയൽ ഊർക്കം വലിച്ചെന്നോ? ഈ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് കൂർക്കം വലിക്കുന്ന സാർ ഉറങ്ങല്ലേ? ഇതിനകത്ത് ട്വിസ്റ്റ് കേട്ടോളൂ, പെട്ടെന്ന് പറയാം. അപ്പോൾ മുയൽ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമായിരുന്നേ. അപ്പം ആമ വന്നത് ഇത് കണ്ടില്ല. ആമ സ്പീഡിൽ കയറി മുന്നിൽ പോയിട്ട് ഫസ്റ്റ് മേടിച്ച് ക്യാരറ്റ് മേടിച്ച് തിന്നോണ്ട് പോയി. അങ്ങനെ അടിപൊളിയായിട്ട് ആ കഥ അങ്ങ് അവസാനിച്ചു. എന്നാ ആന ചിഹ്നം വിളിക്കുന്നത് കേൾപ്പിക്കാനോ? സാറേ, ഈ ആന ചിഹ്നം വിളിക്കുന്നത് കേൾപ്പിക്കാവോ? എടോ, എനിക്ക് ആന ചിഹ്നം വിളിക്കുന്നൊന്നും കേൾപ്പിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. സാറേ പ്രശ്നമുള്ള സാറേ, വെച്ച് ഒന്നൂടെ കേട്ടോളി. ആന ചിഹ്നം വിളിക്കുന്നത് കേട്ടോ. തുണി വലിച്ചു കയറിയെന്നോ? എടീ, ഈ പുള്ളിക്കാരൻ അറിയാവുന്നതിന്റെ കൂട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞു തന്നില്ലയോ? ആന ആമയും കൂടെ ഓടിയെന്നോ? എടീ, ആനയെന്നാണോ? ആന നിന്റെ അപ്പൻ. അല്ല പിന്നെ കല്യാണം കഴിച്ച് പിള്ളേരുണ്ടായ നാളെ തൊട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുക ആമയും മോനും കൂടെ ഓടിയെന്ന്. അവളിപ്പോ പറയുന്നതെന്ന് അറിയോ? ആനയും കൂടെ ഓടിയെന്ന്. തെളിഞ്ഞം വരത്തില്ലയോ? തന്റെ ആമ ഓടിയിട്ടുണ്ട്. 27 ഫോണായി പൊട്ടിക്കിടക്കുന്നത്, അറിയാമോ? എത്ര? 27 ഫോണ്. ഇങ്ങനെ രണ്ട് പറ്റിച്ചോ? 20,000 രൂപയുടെ ഫോണാണെങ്കിൽ ഒറ്റ ഏറിന് പൊട്ടത്തില്ല. 250 രൂപയുടെ ചൈനയാ. ഇവിടെ ഞാനും രാമേന്ദ്രൻ സാറുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് മാത്ര ഒരു പരിചയമില്ലാത്ത തന്നെ ഞാൻ ഈ പാതിരാത്രിക്ക് എന്റെ വീട്ടിൽ കയറ്റി നിർത്തിയത്. കേട്ടല്ലോ? അത് മിസ്യൂസ് ചെയ്യരുത്. കേട്ടല്ലോ? മിസ്യൂസ് ചെയ്യരുത്. ഞാൻ ചെയ്തില്ലല്ലോ. നമ്മളാണ് ചെയ്യുന്നതിന്റെ കൂട്ടാ. തനിക്ക് ഉറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് 5 മണിക്ക് വണ്ടി ഉണ്ട്. ആവാസം ഓടിക്കുന്ന വണ്ടി വരുമ്പോൾ എനിക്ക് അവത്തെ കയറി പോകണം. അറിയോ? ഒരു കാര്യം ചെയ്യ്, താനിവിടെ ഇരിക്കേ. ഞാനിവിടെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പറയുന്നതിന് നിങ്ങളെന്തിനാ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? വേണ്ട ചെയ്തതിന്റെ കൂട്ടെ. ഒരു കാര്യം ചെയ്യ്, തനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങണ്ട. ഞാൻ TV വെച്ച് തരാം. TV വെക്കാം. അത് കണ്ടോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലയോ? അത് കണ്ടോണ്ടിരിക്കാലോ. പ്രശ്നം തീർന്നില്ലയോ? TV വെച്ച് തരാം. TV വെച്ച് തരാം. മനുഷ്യനെ ശല്യം ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ? ഇത് കണ്ടോണ്ടിരി. കേട്ടല്ലോ? ഇനി സാറേ എന്ന് വിളിച്ചാൽ അങ്ങോട്ട് വരരുത്. വരത്തില്ല. ഞാൻ ഇത് കണ്ടോണ്ട് ഇവിടെ സ്വസ്ഥമായിട്ടിരുന്നോളാം. സാർ പോകൂ. ഫോണ് തെളിഞ്ഞു വരുന്നില്ലല്ലോ ഇത്. തീരില്ല. മോഹൻ സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്ക് എടുത്തു മാറ്റിയിട്ട് കളഞ്ഞു പോയി. സാറേ, ഈ നീലമലക്കകത്ത ഈ പെണ്ണുമ്പിള്ള മാറിയോ? സാറേ, എന്തോ? ഈ നീലമലക്കകത്ത ഈ പെണ്ണുമ്പിള്ള മാറിയല്ലോ. എടോ, വേറെ ആളാണോ ഇപ്പൊ അഭിനയിക്കുന്നത്? എടോ, തനിക്ക് എന്നാ വേണ്ടെന്ന് പറ.
അല്ല ഈ സീരിയലൊന്ന് മാറ്റി തന്നാൽ കുഴപ്പമില്ലായിരുന്നു, വേറെ വല്ലതും ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എടോ ഇങ്ങോട്ട് വാ, ആ ഇങ്ങോട്ട് വാടോ ഇവിടെ. വാ, ഇത് കണ്ട, ആ ഇത് ഈ ബട്ടൺ, ഈ ബട്ടൺ പിടിച്ച് ഞെക്കിയാൽ ഇത് മാറും. ഇത് വോളിയം കൂട്ടാം, ഇത് വോളിയം കുറയ്ക്കാം. ഈ ബട്ടൺ പിടിച്ചു കഴിഞ്ഞാൽ ഇതെന്നാ തുണി മാറുന്ന കുളിക്കാൻ പോവാന്നോ? അതുകൊണ്ട് മനുഷ്യനോട് ക്ഷമയുടെ ഇരിക്കണോടെ ഇരിക്കാൻ. ഇനി സാറേ സാറെന്ന് വിളിച്ച് അവിടെ വന്ന് നിൽക്കരുത്. പറഞ്ഞ മനസ്സിലായോ? ഞാൻ നമ്മളൊന്നും കാണും, നമ്മൾ TV കണ്ടോണ്ടിരുന്നോളാം. ഇത് മാറ്റാനുള്ള ഞാൻ എത്ര അങ്ങേര് പറഞ്ഞിട്ട് പോയെ. വേറെ എന്തോ പുലി മാനും ഉണ്ടല്ലോ. മുടിഞ്ഞു പോത്തേ ഉള്ളൂ, മുടിഞ്ഞു പോത്തേ ഉള്ളേ. പാവം പിടിച്ചവനെ ഇങ്ങനെ ദ്രോഹിച്ചാ കുടുംബം ഉൾപ്പെടെ മുടിഞ്ഞു പോകും. മുടിഞ്ഞു മുണ്ടക്കോല്ലോ, ദൈവം ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക. മുടിയത്തേ ഉള്ളൂ, മുടിയും കുടുംബം ഉൾപ്പെടെ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. മുടിയും. ആ താൻ ആരെയും പ്രാകുന്നേ? ഇവിടെ പാതിരാത്രിക്ക് ഒരു വീട്ടിൽ കയറി വന്ന് താൻ ആരെയും പ്രാകുന്നതെന്ന് ചോദിച്ചേ. ഞാനായിട്ടാ പ്രാഗിയ, സാറായിരുന്ന കൊന്നുകളഞ്ഞേന്. എന്ത് നോക്കിക്കാ സാറേ, ഒരു പാവം പിടിച്ച മാനെ പുലിയിട്ട് കാണിക്കുന്ന കണ്ടോ? സാറായിരുന്നെ അവനെ കൊന്നുകളഞ്ഞേന്. ഇരി. തന്നോട് ഞാൻ പറഞ്ഞു, സാറിന് പണിക്കാരാന്ന് ഓർത്തിട്ട് ഞാൻ വീട്ടിൽ കയറ്റിയിരുത്തി. ദിസ് ഇസ് ടു മച്ച്. ആവർത്തിച്ച ബ്ലഡി പുലി. നീ ഒറ്റ കാരണം ആ പുള്ളിക്കാരൻ എന്തല്ല എന്നെ ഒന്ന് പറഞ്ഞിട്ട് പോയെന്നറിയാമോ? ഇംഗ്ലീഷ് വിളിച്ചാൽ തന്തക്കാരനോ തളയ്ക്കാരനോ എങ്ങനെ അറിയും? നിന്റെ വേഷം കെട്ട് നീ കണ്ട വേറെ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഈ പുള്ളി ഈ പാതിരാത്രി കുതിരപ്പുറത്ത് കയറി ഇവിടെ പോവാ. കാലം പോവാണല്ലോ സാറേ. ശവപ്പെട്ട് കയറുന്നൊക്കെ ആൾക്കാരിറങ്ങി വരുന്നത് ഒന്ന് മാറ്റിത്തരാവോ? എടോ ആ സ്വിച്ച് പിടിച്ച് ഞെക്ക്. ഇത് മാറുന്നില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജന. സാറേ ഇത് നടപടിയുള്ള കേസ് കേട്ടല്ല. വേണ്ട പേടിക്കും. ഇവിടെ ഇങ്ങോട്ട് വരാൻ. പേടിക്കുമെന്ന്. ഇവിടെ അത് ജീവിക്കാത്തൊരു സിനിമ, നീ സിനിമ കണ്ട് പേടിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഞാൻ പറഞ്ഞില്ലേ പേടിക്കുമെന്ന്. തുണി ഇരിക്കേ ഇരിക്കേ ഇരി കേട്ടാ. സന്ധ്യക്ക് പ്രാർത്ഥനയില്ല, TV നിറച്ച് ഭൂതത്തെയും വെച്ചിട്ട് ഇപ്പൊ ഞാൻ ചെയ്ത കുറ്റമായി. അക്ഷരം വേണ്ടത് വിളയുന്നു. രാമേന്ദ്ര സാറിനോട് നീ രാമേന്ദ്രൻ സാർ ഇരിക്കണോ? ഇനി കസര നേറ്റാൽ അടിച്ച് ഞാൻ നമ്മളാണ്ട് ചെയ്തിട്ട് കൂട്ടാ. വാ കിടക്കാം. എങ്ങോട്ടാ? ഇങ്ങോട്ട് മാറിക്ക്. ഇങ്ങോട്ട് മാറി മനുഷ്യ. എന്നാ മുടിഞ്ഞ പെണ്ണുമ്പിള്ളയായത്? എന്നാടി ഈ സാധനം അവിടുന്ന് പോവാണ്ട് നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ഇല്ല. ഉണ്ടോ? ഈ വൃത്തിയായിട്ടവ പോയിട്ട് എന്ന് ഉറങ്ങാൻ മതി. അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. ഞാനും ഇവിടെ ഇരിക്കും. ആ അതാ ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാന്ന് ഞാൻ സാറിനോട് പറഞ്ഞല്ലായിരുന്നു. ഇരിക്കണോ? ഇരിക്കവിടെ. കണ്ടോടി, നമ്മുടെ ഉറക്കം കളഞ്ഞിട്ട് സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നുണ്ടാ. ചവിട്ടി വെച്ച് കൊടുക്കുക കേട്ടാ. വിളിക്കാൻ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ച് വിടാം. ഒരു കാര്യം ചെയ്യുന്ന ഈ പിള്ളേരുടെ കിടുതാപ്പെല്ലാം എടുത്തിട്ട് അതിലേക്കിട്. ഹലോ ഹലോ ഓടാ പട്ടി. നീ ഹലോ
നേരം പെടുത്തു പോണ്ടേ ആ എന്റെ അയ്യോ 5 മണി വണ്ടി പോകാറായി എന്റെ മരുന്നിന്റെ സഞ്ചി സഞ്ചി എടുത്തോണ്ട് പോ. ഓ ഒരു മുടിഞ്ഞ കുടുംബം തന്നെ സാറേ കേട്ടെ, മുടിഞ്ഞ കുടുംബം തന്നെ. മനുഷ്യനെ ഒരുപോലെ കണ്ണടപ്പിച്ചുമില്ല. ഓ കഷ്ടം തന്നെ. നോക്കല്ലേ മിണ്ടരുത്, നിങ്ങൾ ഒരു അക്ഷരം മിണ്ടരുത്. രാമേന്ദ്രൻ സാറ് പറഞ്ഞു. മിണ്ടരുത്. നിങ്ങളുടെ രാമേന്ദ്രൻ സാറ് ഇത്രയും പ്രശ്നമൊക്കെ ഞാൻ സഹിച്ചു നിന്നില്ലേ? ഇതിലും ഭേദം നിങ്ങളുടെ തള്ളേടെ കൂടെ ജീവിക്കണം തന്നെയാ. അവിടെ എനിക്ക് സ്വർഗമായിരുന്നു, സ്വർഗം. നടക്കങ്ങോട്ട്, അങ്ങോട്ടാ ഉറങ്ങാൻ നടക്കാൻ. രാവിലെ ആരാ? ഒന്ന് പോയി നോക്ക് മനുഷ്യ. നോക്കിട്ട് വരാം. ശല്യങ്ങൾ ഓരോന്നും. പത്രം പത്രമാടി നാൻസി, പത്രാന്നേ പത്ര. എന്റെ പൊന്നേ, അയ്യോ. എന്നാടി? ഒന്ന് നോക്ക് മനുഷ്യ. അയ്യോ, അങ്ങോട്ട്. താനിതുവരെ പോയില്ലേ? ഞാനെങ്ങനെ പോകും? ആ? പത്രത്തിൽ നോക്ക്. പത്രത്തിൽ എന്നാടി നാൻസി? ഇന്ന് ഹർത്താലാണെന്ന് വണ്ടിയില്ലെന്ന്. ഹർത്താലോ? ആ ഞാനതല്ല ആലോചിക്കുന്നത്. ഇത്രയും വൃത്തികെട്ട ഫാമിലിയുള്ള ഞാൻ ഇന്നൊരു ദിവസം കൂടെ എങ്ങനെ ജീവിക്കുമെന്നാ. എന്റെ ഭൂമി.